ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നീതു. എൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് മൈക്കൊന്നുമില്ല. സാധാരണക്കാരെ എല്ലാവരെ പോലെയും തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട് കാര്യം ഒരു നമ്മുടെ നാട്ടിലുണ്ടായൊരു സംഭവമാണ്. ഞാനിപ്പോൾ നിലവിൽ നാട്ടിലില്ല, ഞാൻ പുറത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ നേഴ്സാണ്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ടൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ആശങ്കയാണ്. ഒരു പക്ഷേ എൻ്റെ മാത്രം ആശങ്കയല്ല, ഇതെല്ലാവരുടെയും ആശങ്കയാണ്. പ്രത്യേകിച്ച് ഈ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ വളരെ വലുതായിട്ടാണ് അതിനെ കാണുന്നത്. പലപ്പോഴും നമ്മുടെ ഉറക്കം പോലും കെടുത്തുന്ന കാര്യങ്ങളാണ് പലതും. ഓഫ്കോഴ്സ് എല്ലാവരെയും പോലെയും തന്നെ എൻ്റെയും ഫാമിലി നാട്ടിലാണുള്ളത്. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭർത്താവും എൻ്റെ എല്ലാ വീട്ടുകാരും എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും നാട്ടിൽ തന്നെയാണുള്ളത്. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും വളരെ വേദനയോടെ കണ്ടൊരു സംഭവമായിരുന്നു നമ്മുടെ വയനാട്ടിലെ ദുരന്തം. ഒരുപാട് മനുഷ്യർ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവർ ശരിക്കും പറഞ്ഞാൽ മരിച്ചതിന് തുല്യം തന്നെയായിട്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ പൊങ്ങി വരുന്നൊരു കാര്യമാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ സംഭവം. എല്ലാവർക്കും അറിയാതെ എല്ലാ വർഷവും മഴ വരുമ്പോൾ പൊങ്ങി വരുന്നൊരു കാര്യമായിട്ട് തന്നെ ആണ് ഇപ്പോഴും അതിനെ എല്ലാവരും കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഇത്രയും നാൾ നാട്ടിലുണ്ടായിരുന്നപ്പോൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു പരിഹാരം എന്ത്, നമ്മളിത് ആരോട് പറയുന്നത്, എങ്ങനെ നമ്മൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? നമ്മൾ വെറും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. നമുക്ക് മറ്റുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടു നിൽക്കാനേ പലപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പം നാട്ടിലല്ലാത്ത ഈ സമയത്ത് നമ്മളത് കൂടുതൽ വറിയാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കാര്യം നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരെക്കുറിച്ച് ഓർത്ത് ഭയങ്കര അവലാതിയാണ്. വീട്ടുകാരെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടുകാരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ഓർത്ത് ഇങ്ങനെ നമ്മുടെ നാട് തന്നെ ഇല്ലാതായി പോകുന്നൊരു സംഭവമായിരിക്കും മുല്ലപ്പെരിയാർ അഥവാ പൊട്ടിയാൽ. എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴും പല ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയിൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങി വരുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് സ്വപ്നത്തിൽ ഇങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങൾ കയറി വരും. അപ്പം ഞാൻ ഓർത്തു, എന്നെക്കൊണ്ടാകാവുന്ന ഒരു വീഡിയോ ഇവിടെ ഇരുന്ന് എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. എന്നെപ്പോലെ ഇതുപോലെ നമ്മൾ വിഷമം അനുഭവിക്കുന്നവർ, കാരണം മെൻ്റലി കുറേ സ്ട്രെസ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഓർത്ത് അനുഭവിക്കുന്ന എല്ലാവരും ഉണ്ടായിരിക്കും. പുറം രാജ്യങ്ങളിലിരുന്ന് ജോലി ചെയ്യുന്ന എല്ലാവരും. അപ്പോൾ അവർക്കെല്ലാവർക്കും അവരെ കൊണ്ട് കഴിയാവുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടുവോ, ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരെ ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്യുമോ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ ഓൺലൈനിൽ ഇതിനു വേണ്ടി ക്യാമ്പയിൻ നടത്തുന്ന എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കിത് പൊട്ടുവോ പൊട്ടത്തില്ലയോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ആശങ്കകൾ തീർക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞിരിക്കും മറ്റുള്ളവരെ കൊണ്ട്. ഇപ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒന്നല്ലെങ്കിൽ ഇത് പരിശോധിച്ച് അതിന് കുഴപ്പമില്ലെന്ന് വരുമോ, അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ ഏറ്റെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഇത് വലിയൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ ആൾക്കാരും ഉണ്ടാവില്ല, ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം എന്നെപ്പോലെ ഇതുപോലെ ടെൻഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ആശങ്കകളുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കുറേ ദിവസമായിട്ട് എനിക്കറിയില്ല എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ ഇത് നമ്മളിത് ചെയ്തിട്ട് ആൾക്കാർ ഇതിനെ എങ്ങനെ ഏറ്റെടുക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിത് ചെയ്യുന്നത് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുമായിരിക്കും എന്നുള്ള ഇതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് നമ്മുടെ ഭരണാധികാരികൾ, നമുക്ക് ഒരുപാട് ഭരണാധികാരികളുണ്ട്. ഇതൊരു വെറുതെ മഴക്കാലത്തെ ഒരു ചെറിയ പ്രശ്നമായിട്ട് കാണാതെ ഇതിനെ നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ കണ്ട് അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഏറ്റെടുത്ത് അതിന് ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഇടുക്കിയിലെ മനുഷ്യർ മാത്രമല്ല, എല്ലാവരും ഓരോ ദിവസം പേടിച്ചായിരിക്കും അവിടെ കഴിയുന്നത്. എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഓരോ ദിവസവും സമാധാനമില്ലാതായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പോൾ ആ ആശങ്കകളെല്ലാം അകറ്റാൻ വേണ്ടിയിട്ടെങ്കിലും അധികാരികളുടെ കണ്ണ് തുറന്ന് നമുക്കിതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു അപേക്ഷയാണ്. എൻ്റെ മാത്രമല്ല, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഒരു പക്ഷേ 1000 ആൾക്കാരുടെ മനസ്സിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി. നമസ്കാരം.